എന്താണാവോ ഈ വഴിയെ? എന്താ എനിക്ക് ഈ വഴി വരാൻ പാടില്ലേ? അല്ല, പൊതുവെ ഈ വഴി കാണാറില്ല, ഞാൻ അതാ ചോദിച്ചേ. അത് അത് പിന്നെ പറഞ്ഞോ. അന്ന എവിടെ? അവളോടും കൂടെ ഒരു കാര്യം പറയാനാ. അയ്യോ, അന്നയോട് കൂടെയോ? ഓ, അപ്പൊ ഞാൻ ഉദ്ദേശിച്ചതല്ല. നീ എന്താ വിചാരിച്ചേ? മനസ്സിലാവുന്നുണ്ടല്ല. 2 ആഴ്ച കൂടെ ഉള്ളൂ. പിന്നെന്തിനിങ്ങോട്ട് വന്നേ? ഞാൻ എന്തിനാ വന്നേന്നോ? അതെ, ഇനി 2 വീക്സും കൂടെ അല്ലേ ഉള്ളൂ. അപ്പോ എന്റെ അമ്മൂമ്മേനെ ഒന്ന് കണ്ടിട്ട് വരാം. എന്തായാലും മാരേജിന് അമ്മൂമ്മ വരില്ല. അപ്പോ നമുക്ക് 4 ആൾക്കും കൂടെ പോയി ഒന്ന് കണ്ടിട്ട് വരാം. ഓ, നല്ല തീരുമാനം. നമുക്കെന്നാ ഇന്ന് തന്നെ കാണാം. എന്തായാലും ഇന്നിവിടെ വർക്കൊന്നുമില്ല. എടി കൊച്ചേ, ഇങ്ങനെ പോയ നീയും എന്നെയും കാരണം 2-3 ആഴ്ചക്കുള്ളിൽ ഈ പാർലർ പൂട്ടുവോ? ഞാനൊന്നും പറഞ്ഞില്ലായേ. ഞാനിപ്പൊ തന്നെ എന്നാ ഡേവിഡിനെ വിളിച്ച് പറയാം. അവൻ എന്നെ വിളിച്ച് പറഞ്ഞോളൂ. ഇതേതേ അൺനോൺ നമ്പർ? എടുക്കൊന്നും വേണ്ട, വല്ല സ്പാം ആണെങ്കിലോ? ഷേടാ, ഇതെന്ത് കഷ്ടാ. ഹലോ, ഇതാരാണ്? നിന്നോട് സാറ്റൻ കഫേയിലോട്ട് ചെല്ലാൻ നിന്റെ ചേട്ടൻ പറഞ്ഞായിരുന്നു. സേവ് ചെയ്തിട്ടോ. ഇനി അടുത്ത തവണ ഫസ്റ്റ് റിങ്ങിൽ എടുക്കാതിരുന്നാൽ. ഇനി എന്നെ അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണോ ജെറി പറഞ്ഞതാണെന്ന് പറഞ്ഞത്? എന്തായാലും അവനെ വിളിച്ചു നോക്കാം. ഹലോ ഹലോ, നീ ഇന്ന് എന്നോട് സാറ്റോൺ കഫേയിലേക്ക് വരാൻ പറഞ്ഞായിരുന്നോ? ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ ഡേവിഡിനോടാണല്ലോ പറഞ്ഞത്. ആ, പറഞ്ഞല്ലേ? ഞാൻ പറഞ്ഞായിരുന്നു. എന്തേ നിന്നോട് പറഞ്ഞില്ലേ? ഓ, നീ പറഞ്ഞതാണോന്ന് ഞാൻ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി വിളിച്ചതാ. കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഞാൻ ഈ സാധനത്തിന്റെ കൂടെയോ? ഇതെന്താ ബൈക്കിലൊക്കെ? 2 മണിക്കൂർ ട്രാവൽ അല്ലേ? കാറിൽ പോയ ഇന്ന് അവിടെ ഒന്നും എത്തില്ല. നിക്ക് നീ ഇതെങ്ങോട്ടാ? ജെറിയുടെ കൂടെ? പിന്നെ പറ്റത്തില്ല. നമുക്ക് വേണമെങ്കിൽ ട്രിപ്പിൾ അടിച്ചു പോവാടി. നിനക്കെന്താ വട്ടാണോ? നീ പോയിട്ട് അവിടെ കയറിയേ? എന്തിനാ വെറുതെ നാട്ടുകാരെ കൊണ്ട് അതും ഇതൊക്കെ പറയിപ്പിക്കുന്നേ? ഇതൊക്കെ 2 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ ആവാലോ. ഇപ്പൊ വെറുതെ അനാവശ്യമൊന്നും പറയിപ്പിക്കണ്ട. എന്തിനാ വെറുതെ ഇങ്ങനെ റിസ്ക് എടുക്കുന്നേ? പിന്നെ 2 hours ജേർണി ഒക്കെ ഉള്ളതല്ലേ. അന്നമ്മ, നീ എന്തിനാടി സ്വർഗത്തിലെ കട്ടുറുമ്പാവണേ? കഷ്ടമുണ്ട് കേട്ടോ. സേനയാള് പറഞ്ഞത് ശരിയാ. വെറുതെ എന്തിനാ അനാവശ്യമൊക്കെ പറയിപ്പിക്കുന്നേ? 2 ആഴ്ച കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തോളാം. അവള് സുഖിച്ചിരുന്ന് പോകുന്ന നോക്ക്. അവളുടെ സ്ഥാനത്ത് ഞാനാവേണ്ടതായിരുന്നു. നീ എന്തെങ്കിലും പറഞ്ഞോ? ആകാശ നീലയെന്ന് പറഞ്ഞതാ. പറഞ്ഞു കഴിഞ്ഞെങ്കിൽ കേറ്. വെറുതെ നിന്ന് വേർക്കണ്ട. അന്നമ്മേതേ കുതിര. എവിടെ? നിന്റെ പോലെ തന്നെ ഉണ്ട് കാണാൻ. തനി ജെറി. ഓടിവെട്ടി.
അങ്ങനെ അവസാനം എത്തി. ഇതെന്തിനാണോ ഇങ്ങോട്ട് വരുന്നേ? എടാ നിങ്ങൾ പൊക്കോ, എനിക്ക് എന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞങ്ങളൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. അതിന് എനിക്കൊന്നും സംസാരിക്കാനില്ലല്ലോ. പക്ഷെ എനിക്ക് സംസാരിക്കാനുണ്ടല്ലോ. അത് ശരി. നിങ്ങൾ വിട്ടോ, സേറയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്താണോ തലയിൽ ഉദിച്ചേക്കുന്നേ? ഇങ്ങോട്ട് വാടി. എന്താ ഇത്? ഇപ്പൊ എന്തിനാ അങ്ങോട്ട് പോകുന്നേ? എന്റെ അമ്മൂമ്മേനെ കാണണ്ടേ? അമ്മൂമ്മേനെ കാണുമ്പോ അമ്മൂമ്മയോടുള്ള സ്നേഹം കാരണം വായി തോന്നുന്നതൊക്കെ വിളിച്ച് പറഞ്ഞ. എന്നെ അറിയാലോ, ഞാൻ പറഞ്ഞ വാക്കിനൊരു മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം ഓരോന്ന് പറയാൻ. ആർക്ക് വേണ്ടിയാ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? എനിക്ക് വേണ്ടി തന്നെ. 1 വർഷം മുമ്പ് പോയ എന്റെ വിലക്ക് വേണ്ടി. ആ വില വീണ്ടും പോവത്തേ ഉള്ളൂ. എനിക്ക് നിന്നോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നീ കാണിക്കുന്നത് ഒന്നും തമാശയല്ല. ഇത് ഞാനല്ലാതെ വേറെ ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന പ്രശ്നം നിനക്കറിയോ? എന്റെ ലൈഫ് സ്പോയിൽ ചെയ്തിട്ട് തന്നെ വേണല്ലേ? അന്ന് വായി തോന്നിയത് വിളിച്ചു പറഞ്ഞപ്പോ നീ ഓർത്തില്ലേ നിന്റെ ലൈഫ് സ്പോയിലാവാണെന്ന്? എന്താ ഇത്? ഇപ്പോഴാണോ ബോധം വന്നത്? ഇനിയും ബോധിപ്പിച്ച് തരാൻ ഞാൻ. നടക്കില്ല. നീ വിചാരിക്കുന്നത് ഒന്നും നടക്കാൻ പോകുന്നില്ല. വെറുതെ ഓരോന്നും ചിന്തിച്ചു കൂട്ടണ്ട. ആണോ? ആര് വിചാരിക്കുന്നത് നടക്കുന്നതെന്ന് നമുക്ക് കാണാം. ഹലോ സുന്ദരിക്കുട്ടി, ഞങ്ങളൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോ? നിങ്ങളെ ഞാൻ മറക്കാൻ? നടക്കുന്ന കാര്യം വല്ലതും ഉണ്ടെങ്കിൽ പറ. ഇതാണോ നീ പറഞ്ഞ സേറയും ദേവിയും? കൊള്ളാം, ചേർച്ചയുണ്ട്. Hey, hello man. It's pleasure to meet you. Yeah, it's pleasure to meet you too. Can we talk for a moment? Yeah, of course. ഡോക്ടറിനെ നിനക്കറിയോ? ആ, എനിക്കറിയാം. അറിയേണ്ടി വരും. ഇവന്റെ മുഖത്തെന്താടി ഇത്രയും ചാട? നീ ഇങ്ങനെയൊന്നല്ലല്ലോ വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞത്. ഞാനിപ്പോ പുറത്തു പോയിട്ട് വരാം. കണ്ടോ, രണ്ടുപേർക്കും ഒരു 5 സെക്കൻഡ് പോലും പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല. സ്നേഹമുള്ളവര് അങ്ങനെയാ. അത് കാരണമായിരിക്കും എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് യൂറോപ്പിലേക്ക് പോയത്. അത് നിന്റെ ദേവിയും ഇട്ടിട്ട് പോയില്ലേ? ഇട്ടിട്ട് പോവാന്നല്ല, യൂറോപ്പിലേക്ക് പോയില്ലേ? അതവര് ബ്രേക്കപ്പ് ആയതുകൊണ്ടല്ലേ. ഓ, നിങ്ങൾ ഇനി അതും പറഞ്ഞ അടിയാവണ്ട. ബാ, ഇരിക്ക്, കുറച്ച് കാര്യം പറയാനുണ്ട്. Remember what I said. ഞാൻ പറയാതെ ഒന്നും ചെയ്യാൻ പാടില്ല. You gotta be extra careful and take care of her. Yes, I'll take care of her. Good for you. Don't dare to do anything else. വലിയ മാസ ഡയലോഗും പറഞ്ഞ് ഇറങ്ങിപ്പോയതാണല്ലോ. എന്താ തിരിച്ചു വന്നേ? അത് ഒന്നുമില്ല, ഞാൻ മുത്തശ്ശീനെ കാണാൻ വേണ്ടി തിരിച്ചു കയറിയതാ. ആയിക്കോട്ടെ. എന്നാ ശരി മുത്തശ്ശി, 4 മണിയായി. ഇനി അവിടെ എത്തുമ്പോ ഒരു 6 മണി 7 മണിയാവും. ഇനിയും വൈകിക്കണ്ട. ആടെ മക്കളെ, ഓക്കെ. എന്തായാലും അടുത്ത ആഴ്ചത്തെ എൻഗേജ്മെന്റിനും അതിന്റെ അടുത്ത ആഴ്ചത്തെ മാരേജിനും എനിക്ക് വരാൻ പറ്റില്ല. നിങ്ങൾ നന്നായി വാ. എന്റെ അനുഗ്രഹം എന്നും നിങ്ങളുടെ ഉണ്ടാവും. ഈ അന്യെന്തിനാ കരയണേ? കൊച്ചു പിള്ളേരെ പോലെ. ദേവി, ഇവളെ മാറ്റണട്ടാ. ഞാൻ മാറ്റിക്കോളാം, എല്ലാം മാറ്റിക്കോളാം. നിങ്ങൾക്ക് ആർക്കും എന്റെ മാനസികാവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തീ കോപ്പേ, നീ എന്തേ മൂഡ് ഓഫ് ആയിരിക്കുന്നേ? ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും മൂഡ് ഓഫ് ആയിരിക്കും. വിളിച്ചാ ഫോൺ എടുക്കില്ല. ഇത് നിന്റെ നേർച്ച വല്ലതുമാണോ? ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കില്ലാന്ന്.
എന്നിട്ട് ഞാൻ ജെറിയുടെ ഫോണിൽ നിന്ന് വിളിച്ചപ്പോ അപ്പൊ തന്നെ എടുത്തു. നിനക്കെന്താ എന്നെ വേണ്ടേ? ഡെവീനെ കിട്ടിയപ്പോ എന്നെ വേണ്ടല്ലേ? എനിക്കറിയില്ലടി, എനിക്ക് എന്താണെന്ന് അറിയില്ല. മനസ്സിനൊരു സമാധാനമില്ല. ചിലപ്പോ വേറെ വീട്ടിലേക്ക് പോവാണെന്നൊക്കെ ആലോചിച്ചിട്ടായിരിക്കും. എന്തോ മൂഡ് ഓഫ് ആയിരിക്കുന്നു. നമുക്കെന്നാ ഏതനെ വിളിച്ചാലോ? നമുക്ക് പുറത്തു പോയിട്ട് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം. ഏതനെ വിളിക്കാനാണോ? ഞാൻ ഓക്കെ. ഇപ്പൊ തന്നെ വിളിക്കാം. എന്നിട്ട് നമുക്കൊന്ന് വൈകിട്ട് ഫുൾ അടിച്ച് പൊളിക്കാം. ഇന്നത്തോടെ മൂഡ് ഓഫ് മാറ്റി വെച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ മടല് വരിയടിക്കും. കേട്ടല്ലോ? ആ കേട്ടു. ഹലോ മൈ ലേഡീസ്, ലോങ് ടൈം നോ സീ. നമ്മളൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോ? ഐ ശരി. അപ്പൊ കഴിഞ്ഞ ദിവസം ചെലവെന്നും പറഞ്ഞ് ഞാൻ ഐസ്ക്രീം മേടിച്ചു വന്നത് അത് മുണിങ്ങിയോ? അത് പിന്നെ ചെലവിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. ചെലവ് ഈസ് ചെലവ്. കേട്ടല്ലോ? ഐ ശരി. അല്ല, എങ്ങോട്ടേ പോകുന്നേ? 3 ദിവസം കൂടെ കഴിഞ്ഞ എൻഗേജ്മെന്റ് ആണ്. വല്ല ബോധവുമുണ്ടോ? How about beach? അയ്യോ, ഞാൻ ചത്തേ. ഞാനിപ്പോ മുങ്ങിച്ചാവേ. നാട്ടുകാര് ഓടി വരണേ. ഇവിടെ ഫുള്ള് വെള്ളാണേ. ഏട്ടാ, ഇത് സേഫ് ആണല്ലോ അല്ലേ? ഇനി അവസാനം ഞാൻ ഇതിന്ന് മറിഞ്ഞ് മുങ്ങി ചാവോ? അപ്പൊ എന്നെ കയറ്റാൻ ആരുമില്ലേ? എന്നാ ശരി, ഞാൻ തന്നെ കയറിക്കോളാം. ചാവൊന്നുമില്ല. വീണ ഞങ്ങൾ എടുത്തോളാം. ഇതിനെന്തോ ഒരു ചരിവുണ്ടെന്ന് തോന്നണം. മോളിരിക്കുന്ന ബോട്ടിന് എന്തോ ചരിവുണ്ട് കേട്ടോ. ഒന്ന് സൂക്ഷിച്ചിരുന്നു. അപ്പൊ അതിനർത്ഥം വീഴും. ഇത് ഇത്ര സിമ്പിളായിരുന്നോ? എന്തോ ഒരു ചരിവുണ്ടല്ലോ. അയ്യോ, എനിക്ക് ഇറങ്ങണം. കേറിയാ പിന്നെ ഇറങ്ങാൻ പറ്റൂല. ഇറങ്ങണമെങ്കിൽ നീ വെള്ളത്തിൽ ചാടിക്കും. ഞാൻ പോയി. ഞാൻ പോയി. എന്താ ഒരു ചക്ക വീഴുന്നു ഒച്ച? എന്നെ വെള്ളത്തിൽ വീണ്. മോളെ പിടിക്കണോ? ചോദിക്കാൻ പറ്റിയ സമയം ഇത്. എന്തിനു ചോദിക്കണേ? അല്ല, വേറൊന്നും കൊണ്ടല്ല. ഇൻസ്റ്റാഗ്രാമില് വൈറലാവാൻ ആഗ്രഹമില്ലാത്തോണ്ടാ. അതിന് എന്റെ കയ്യിൽ ഫോണില്ലല്ലോ. ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഇന്ന് ഞാൻ മടല് വാരിയടിക്കും. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നു ബൂം പ്ലാസ്റ്റിക് ഡൈവ്. അയ്യോ അയ്യോ, ഞാൻ വീഴും. ഇവിടെ മുതല വല്ലതുണ്ടോ? മുതലയാ? എവിടെ? ഞാൻ ഇറങ്ങട്ടെ. അത് അടുത്ത വീട്. വേറെ നേരത്താണ് ആ വിധങ്ങളെ കൊണ്ട് വരാൻ തോന്നിയത്. നല്ല മഞ്ഞ നിറത്തിലെ വെള്ളമല്ലേ? ഓ, ആരൊക്കെ മുള്ളി വെച്ച വെള്ളമാണോ അത്? വേണമെങ്കിൽ ഇറങ്ങിയാ മതി. പിടിച്ചോണ്ട് വന്നൊന്നല്ലല്ലോ. ഇറങ്ങണമെന്നൊരു നിർബന്ധമില്ല. ഓ, ആയിക്കോട്ടെ. തണ്ണിമത്തം തന്ന അവരെന്നെ ഒതുക്കിയത് അവരുടെ ഭാഗ്യം. എന്തായാലും കൊള്ളാം. അന്നമ്മേ, ഞാൻ പോവാ. എന്റെ അമ്മയ്ക്ക് എന്തോ ഛർദിയൊക്കെ. അയ്യോ, എന്നാ ഞാനും വരാം. വേണ്ട, നീ വരണ്ട. ഇനിയിപ്പോ നീ വന്ന് നിന്നെ തിരിച്ചു കൊണ്ടാക്കാൻ ആരുമില്ല. പിന്നെ ഡെയിലി വന്നിട്ട് രാത്രി പോകേണ്ടി വരും. എന്നാ ശരി. അതെങ്ങനെ? എന്താണ് പഴം വിഴുങ്ങിയ പോലെ നിൽക്കുന്നത്? ഇനി വൈകിയാ ശരിയാവില്ല. ഇപ്പൊ തന്നെ 6 മണിയാവാറായി. ഓക്കെ ബേബി.
ശരി എന്നാ ബൈ. ശരി എന്നാ നീ വിട്ടോ. നിക്ക് നിക്ക് നിക്ക്, ഏതനല്ലേ മറ്റേ എമിലിയുടെ ബ്രദറ്? അതേലോ, എന്താ? അവളോട് പറഞ്ഞേക്ക് ഇനി മേലെ എന്റെ അടുത്ത് അടി ഉണ്ടാക്കാൻ വന്ന എന്റെ സ്വഭാവം മാറുന്നു. ഇത് അവളോട് തന്നെ നേരിട്ട് പറഞ്ഞാ പോരെ, എന്നോട് എന്തിനാ പറയുന്നത്? അവളെ പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ടും കണക്ക് തന്നെ. അഹങ്കാരം. ആയിക്കോട്ടെ. പട്ടി. എന്തെങ്കിലും ഒഴിഞ്ഞായിരുന്നോ? Such a cutie. ഈശ്വര, 3 മിസ്ഡ് കോളോ? ഞാനിത് കണ്ടില്ലല്ലോ. ദൈവമേ, എന്റെ കാര്യത്തിൽ തീരുമാനമായി തോന്നണേ. ഹലോ, ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ ഞാൻ എന്താ പറഞ്ഞ?